ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാനൊരു ബുക്ക് റിവ്യൂ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ഫ്രീഡ മെക്ഫാഡന്റെ ഒരു ബിഗ് ഫാൻ ആണെന്നുള്ള ഒരു കാര്യം. ഇന്ന് ഞാൻ ഫ്രീഡ മെക്ഫാഡന്റെ ബുക്കിന്റെ റിവ്യൂ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ദി ഹൗസ് മെയ്ഡ് സീരീസ്. ഇതിൽ ഒരു ബുക്കും കൂടെ ഉണ്ട്, അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. ദി ഹൗസ് മെയ്ഡ് സീരീസിലെ ഫസ്റ്റ് ബുക്കാണ് ദ ഹൗസ് മെയ്ഡ്. ഫ്രീഡ മെക്ഫാഡന്റെ ദി ലോക്ക്ഡ് ഡോറും ദ ഇൻമേറ്റ് എന്ന് പറയുന്ന രണ്ട് ബുക്സ് വായിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ ബുക്ക് വായിക്കുന്നത്. അപ്പോൾ ആ രണ്ട് ബുക്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് ബുക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടി വായിച്ച ബുക്കായിരുന്നു ദി ഹൗസ് മെയ്ഡ്. പക്ഷെ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഈ പ്ലോട്ട് ട്വിസ്റ്റുകളുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിന്റെ സ്റ്റോറി ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ള വിൻചെസ്റ്റർ ഫാമിലിയിലേക്ക് അവർക്കൊരു ഹൗസ് മെയ്ഡിനെ വേണം. നമ്മുടെ മിലി എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ ഹൗസ് മെയ്ഡ് ആയിട്ട് പോവുകയാണ്. അതിനുശേഷം ഉണ്ടാവുന്ന സംഭവങ്ങളും ഈ വിൻചെസ്റ്റർ ഫാമിലിയുടെ പാസ്റ്റും ഒക്കെയാണ് ഈ സ്റ്റോറിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഈ ബുക്കിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എങ്കിലും നമുക്ക് ലാസ്റ്റ് വരെയും ആ ഒരു ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ഈ ബുക്കിന് സാധിച്ചിട്ടുണ്ട്. പൊതുവെ എല്ലാ ഫ്രീഡ മെക്ഫാഡൻ ബുക്സും ഈസി ടു റീഡ് ആണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ദി ഹൗസ് മെയ്ഡ്സ് സീക്രട്ട് ആണ് ഈ സീരീസിലെ സെക്കൻഡ് ബുക്ക്. ഡഗ്ലസ് ഗാരിക്കിന്റെ ഫാമിലിയിലേക്ക് അവർക്കൊരു ഹൗസ് മെയ്ഡിനെ വേണം. ഇവിടെയും മിലി തന്നെയാണ് ഹൗസ് മെയ്ഡ് ആയിട്ട് പോകുന്നത്. ആ വീട്ടിൽ ജോലിക്ക് കയറിയ സമയത്ത് ഡഗ്ലസ് മിലിയോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂമിൽ പോകരുത്, അവിടെ അദ്ദേഹത്തിന്റെ വൈഫാണുള്ളത്. വൈഫിന് ഒട്ടും സുഖമില്ലാത്ത ആളാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് അധികം പോകണ്ട എന്നായിരുന്നു ഡഗ്ലസ് പറഞ്ഞിരുന്നത്. ഈ പറഞ്ഞ കാര്യം ആദ്യം മില്ലി വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല കേട്ടോ. പക്ഷെ പോകെ മിലിക്ക് ഒരു സംശയം തോന്നി തുടങ്ങി. എന്തുകൊണ്ടാണ് ആ റൂമിലേക്ക് മിലിയോട് പോകരുതെന്ന് ഈ ഡഗ്ലസ് ഇങ്ങനെ പറയുന്നതെന്ന് മിലിക്ക് ഒരു ഡൗട്ട് തോന്നാൻ തുടങ്ങി. പക്ഷെ ഇത് ചോദിക്കാനായിട്ട് കഴിയത്തില്ല. കാര്യം ഈ ജോലി പോയി കഴിഞ്ഞാൽ മിലിക്ക് വേറൊരിടത്ത് ജോലി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം മിലിക്ക് ഒരു പാസ്റ്റ് ക്രിമിനൽ റെക്കോർഡുണ്ട്. വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈസി ടു റീഡ് ഫാസ്റ്റ് പേസ്ഡ് ബുക്കാണ് കേട്ടോ ഈ ഹൗസ് മെയ്ഡ് സീരീസിന്റെ ഈ സെക്കൻഡ് ബുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എൻഡിങ്ങും ട്വിസ്റ്റുകളും നിറഞ്ഞൊരു ബുക്കായിരുന്നു. നല്ല അടിപൊളി ബുക്കായിരുന്നു. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ സീരീസിലെ സെക്കൻഡ് ബുക്ക് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. പക്ഷെ എന്തായാലും സെക്കൻഡ് ബുക്ക് സജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഫസ്റ്റ് വായിക്കാതെ എങ്ങനെ സെക്കൻഡ് വായിക്കുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ചിലർക്ക് ഇഷ്ടപ്പെടും. ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. എനിക്ക് അത്ര ഇഷ്ടമായില്ല. അത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അടുത്തത് ഈ സീരീസിലെ തേർഡ് ബുക്കാണ് ദ ഹൗസ് മെയ്ഡ്സ് വാച്ചിങ്. ഇതൊരു മേർഡ് മിസ്റ്ററി ആയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്നത് മറ്റു രണ്ട് ബുക്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. സെക്കൻഡ് ബുക്ക് നല്ല ബുക്കാണ്, തേർഡും വലിയ കുഴപ്പമില്ല. എനിക്ക് ഈ സീരീസിൽ ആകെ ഇഷ്ടപ്പെടാത്തത് ഫസ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ. തേർഡും വലിയ കുഴപ്പമില്ലാത്ത ബുക്കാണ്. ഫസ്റ്റും സെക്കൻഡും ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ തേർഡ് ബുക്ക് ഇറങ്ങുന്നത്. അതായത് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമെന്ന് നമുക്ക് പറയാം. അതായത് ആ സമയം കൊണ്ട് മിലി നമ്മുടെ ഹൗസ് മെയ്ഡ് മാരീഡ് ആണ് എൻസോ ആയിട്ട്. അതുപോലെ തന്നെ അവർക്ക് 2 കുട്ടികളൊക്കെ ഉണ്ട്. അവരൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, പുതിയ നെയ്ബേഴ്സും ഒക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരികയാണ്. അപ്പൊ ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫുള്ള് അവർ പുതിയ വീട്ടിലേക്ക് മാറുന്നതും അവിടുത്തെ സറൗണ്ടിങ്സും ആൾക്കാരും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആവുന്നതും അതിനെ പറ്റിയൊക്കെയാണ്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ബോറിംഗ് ആണ്. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു നിങ്ങളത് വായിക്കുക. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നല്ല എൻഗേജിങ് ആയിട്ടുള്ള പാർട്ടാണ് വരുന്നത് കേട്ടോ. പക്ഷെ ഈ ബുക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിൽ മിലി ഒരു ഹൗസ് മെയ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആക്ച്വലി കല്യാണം കഴിഞ്ഞിപ്പോൾ അവർ ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് മിലിയുടെ ലൈഫിൽ വന്നു. മിലി ഇപ്പോൾ ഒരു സോഷ്യൽ വർക്കറാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലേക്ക് അവർ വേറൊരു ഹൗസ് മെയ്ഡിനെ ഹയർ ചെയ്യുകയാണ്. ഫ്രീഡ മെക്ഫാഡന്റെ എല്ലാ ബുക്സ് പോലെ തന്നെ ഇതും ബിഗിനർ ഫ്രണ്ട്ലി ഈസി ടു റീഡ് ബുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബുക്കിന്റെ എപ്പിലോഗ് വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഫസ്റ്റ് 2 ബുക്കിന്റെ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ബുക്കിന്റെ എപ്പിലോഗ് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവത്തുള്ളൂ. കാര്യം ഈ ബുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ എപ്പിലോഗ് വായിക്കാനായിട്ട് വിട്ടുപോകരുത്. ത്രില്ലർ മിസ്റ്ററി ബുക്സ് ഒക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ സീരീസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.